ഇറ്റ്സ് മീ ഗോപു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജൂൺ 28 വെള്ളിയാഴ്ച ഒരു സിനിമയ്ക്ക് പോവാണ്, കൽക്കി. അപ്പം സിനിമയ്ക്ക് പോകുന്നതൊക്കെ സ്ഥിരം തന്നെയാണ്. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാവ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം പോവാണ്. ആദ്യമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് തിയേറ്ററിൽ പോവാണ്. അപ്പം കുഞ്ഞാവ അവിടെ മിണ്ടാതിരിക്കുമോ ഒന്നും അറിഞ്ഞുകൂടാ, പോയി നോക്കാം. അപ്പം ചിന്തുചേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്നതും കാത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും കുഞ്ഞാവെ റെഡി ആയിട്ടിരിക്കുകയാണ്. കുഞ്ഞാവിൻ്റെ മൂഡ് ഒട്ടും ശരിയല്ല കേട്ടോ. ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല, ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. ഒട്ടും മൂഡ് ശരിയല്ല. അവിടെ ചെന്നിടന്ന് ഉറങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായിരുന്നാലും കുഞ്ഞാവിയുടെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് നിങ്ങളൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷം ചിന്തുചേട്ടൻ വന്നിട്ട് പറയാം. അപ്പം നമ്മളിതാ റെഡിയായി നിന്നിട്ട് കുറേ നേരമായി. ചിന്തുചേട്ടൻ ഇതുവരെ കണ്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കും. നമ്മളിതാ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ കുറേ ആയി. മിക്കവാറും ഇന്ന് നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും സിനിമ പകുതിയാവും. ഗായ്സ്, ചിന്തുചേട്ടൻ എത്തിയിരിക്കുന്നു. ജൽദി ആവോ ബേട്ടാ. അങ്ങനെ നല്ല വിധം കാറി കയറി ഞാനും നമ്മൾ ട്വിന്നിങ് ചിഞ്ചിങ്. ചിന്തുചേട്ടത് പഴയത്, എന്റേത് പുതിയത്, അത്രേ ഉള്ളൂ. കുഞ്ഞാവയ്ക്ക് ഞാൻ ബ്ലാക്ക് നോക്കി, പക്ഷെ കുഞ്ഞാവയ്ക്ക് ബ്ലാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കളറും ഉണ്ട്. എന്നാലും നമ്മൾ സെറ്റാക്കി റെഡിയാക്കി. AC അല്ലേ, അതുകൊണ്ട് ഫുൾ കൈ ഉടുപ്പും പാൻസ് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഷോ തുടങ്ങാൻ ഇനി കുഴപ്പമില്ല, 3/4 മണിക്കൂറുണ്ട് കേട്ടോ. ഈ ചിന്തുചേട്ടൻ എന്നെ പറ്റിച്ചതാണ്. ഒരു 10 മാസങ്ങൾക്കപ്പുറം ഞാനും സിനിമ കാണാൻ പോവാണ്. ഞാനും ചിന്തുചേട്ടൻ പിന്നെ പോയിട്ടുണ്ടാ? ചിന്തുചേട്ടൻ ഇടയ്ക്ക് ഒരു സിനിമ ഫ്രണ്ട്സുമായിട്ട് തിരൂരിൽ വന്നപ്പോൾ പോയി കണ്ടു. ഞാൻ ഡെലിവറി കഴിഞ്ഞ ഫസ്റ്റാണ്. എൻ്റെ കുഞ്ഞാവൈ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. സോ എക്സൈറ്റഡ്. തിരിച്ചു വരുമ്പോൾ ഈ എക്സൈറ്റ്മെന്റ് കാണുമെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ പകുതിക്ക് വെച്ച് എണീച്ച് വരുമെങ്കിൽ ഈ മുഖമൊന്നും ആയിരിക്കില്ല പിന്നെ കാണുന്നത്. എന്തായിരുന്നാലും കുഞ്ഞാവ് ഇന്ന് കിറിഞ്ഞിരിക്കുന്നുണ്ട്. ഇന്ന് ഒട്ടും ഉറങ്ങാത്തോണ്ട് എനിക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് കേട്ടോ. അവിടെ തിയേറ്ററിൽ കയറി അങ്ങ് ഉറങ്ങിക്കോളും എന്നുള്ളത്, ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. എന്തായിരുന്നാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കുഞ്ഞാവെ ഫസ്റ്റ് ടൈം സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ നിനക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത്? എനിക്ക് അവ ഇരിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അവ എന്തായാലും കാണും കൂടെ ഇരുന്ന്. ഇറങ്ങേണ്ടി വരില്ലോ ഇടയ്ക്ക് വെച്ച് ഇറങ്ങേണ്ടി വന്നാൽ നീ കൊച്ചടിയും കൊണ്ട് വെളിയിൽ നിന്നോ, ഞാൻ സിനിമ കണ്ടിട്ട് വരാം. അപ്പം എനിക്ക് അല്ലെങ്കിൽ ഇവൻ കുഴപ്പമില്ല കേട്ടോ, വലിയ പ്രശ്നമില്ല. പക്ഷെ ഇതിപ്പം തിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും പിള്ളേർ കരഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവൂലേ, അത് കാരണം ഒരു ടെൻഷൻ. കാരണം പണ്ട് നമ്മളൊക്കെ തിയേറ്ററിൽ ചെന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേർ കരയുമ്പോൾ പിള്ളേർ കരയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇത് നമ്മളെ വെച്ച് അത് കരയുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുമെന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. എന്തായിരുന്നാലും അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ വരുന്ന വഴിക്ക് റോഡിൽ നല്ല ബ്ലോക്കായിരുന്നു. അപ്പം നമ്മൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം നമ്മൾ എത്തിയതും സിനിമ തുടങ്ങിയതും ഒന്നിച്ചായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഒന്നും വ്ളോഗ്സ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കയറിയതും സിനിമ സ്റ്റാർട്ടായി. അപ്പോൾ തിയേറ്ററിനകത്ത് കയറിയപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ആംബിയൻസ് കണ്ടിട്ട് ഉറക്കം വന്നിട്ട് എന്തോ കുഞ്ഞാവ് ചെറുതായിട്ടൊന്ന് കരഞ്ഞേട്ടോ. ഞാൻ വിചാരിച്ചു സിനിമ തുടക്കം പോലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവ അങ്ങ് ഉറങ്ങി. ഇൻ്റർവെൽ ആവാറായപ്പോഴത്തേക്കും അവ ഉണർന്നു. അപ്പോൾ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും നമ്മളിതാ ജസ്റ്റ് പുറത്തോട്ടിറങ്ങി. ചിന്തുചേട്ടൻ വെള്ളമൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തോട്ടോ. അപ്പോൾ ഇൻ്റർവെൽ കഴിഞ്ഞ് നമ്മളൊക്കെ അകത്ത് കയറി. അപ്പോഴത്തേക്കും അവൻ്റെ ഉറക്കം അങ്ങ് മാറി കേട്ടോ. ഇനി ഉറങ്ങാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഇനി ബഹളം വയ്ക്കും, നമുക്ക് പകുതിക്ക് വെച്ച് എണീച്ച് വരേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാ
ഇതാണ് പിന്നെ സംഭവിച്ചത്. ഇൻ്റർവെല്ലിന് ശേഷം അവൻ മൂവി ഫുള്ള് ഇരുന്ന് കണ്ടു, ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു, ദൈവമേ നമ്മളിങ്ങനെ കണ്ട് നല്ല ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്, അപ്പം ഇവൻ കരഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി പോകേണ്ടി ഒരു ബാക്കി കാണാൻ പറ്റൂലേ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമില്ലായിരുന്നു, ഹാപ്പി ആയിട്ടിരുന്ന മൂവി ഫുള്ള് കണ്ടു. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവൻ്റെ വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം നല്ല ഡാർക്കായിരുന്നു. പിന്നെ ഫ്ലാഷൊക്കെ ഇട്ട് ഒരുവിധം എടുത്തതാണ്. അപ്പോൾ പുറകിലുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് കൂടുതൽ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ ആൾക്കാരൊക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞ ശേഷം നമ്മൾ തിയേറ്ററിനുള്ളിൽ നിന്ന് ഇറങ്ങി. ഹലോ, അങ്ങനെ നമ്മളിതാ സിനിമ കണ്ടിറങ്ങി. അടിപൊളി സിനിമയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സിനിമ. തുടക്കം കുറച്ചിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും, ഒന്നും മനസ്സിലാവാത്ത പോലെ. പക്ഷെ പിന്നെ കണ്ട് വരുമ്പോഴത്തേക്കും പൊള്ളി സിനിമയാണ്. പക്ഷെ എന്റെ കുഞ്ഞാവയ്ക്കാണ് സെക്കൻഡ് ഹാഫില് കുഞ്ഞാവ് ഫൈറ്റ് സീനൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി. അതല്ല, നമ്മൾ വിചാരിച്ചിരുന്ന പകല് ഫുള്ള് ഉറങ്ങിയില്ലല്ലോ, അതുകൊണ്ട് ഉറങ്ങുമായിരിക്കും എന്ന് വിചാരിച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. കാരണം ഇന്ന് ഫുള്ള് ഉറക്കം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നേരം ഒന്ന് ഡീപ്പ് സ്ലീപ്പ് അല്ല ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് എണീറ്റ് അപ്പോഴത്തേക്ക് ഇന്റർവെല്ലായി നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് വന്ന് സെക്കൻഡ് ഹാഫ് ഫുള്ള് അവൻ കണ്ണിമ്മ ചിമ്മാതെ കണ്ടു, ഒരു ബഹളവും വെച്ചില്ല. ഫൈറ്റ് സീനൊക്കെ നന്നായിട്ട് കണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴുള്ള ഫൈറ്റും സൂപ്പറാണ് കണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് എങ്ങനെ ഇരിക്കുന്നു. പക്ഷെ അവ ഉറങ്ങിയാ കൂളായിട്ട് ഇരുന്നോളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഉറങ്ങാതെ ഇങ്ങനെ ഉണർന്ന് കണ്ടോണ്ടിരിക്കും. അടുത്തിരുന്നവരൊക്കെ തന്നെ അയ്യോ താ കൊച്ചി സിനിമ കണ്ടോണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ നമുക്കും അതിശയിപ്പോ. എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് ആദ്യം ഈ കൽക്കി സിനിമ കാണാൻ തന്നെ വന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നല്ല ഒരു വർത്ത് സിനിമയായിരുന്നു. അപ്പം നമ്മൾ കണ്ടത് കൽക്കി മലയാളം മൂവിയാണ്. കൽക്കിയുടെ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ കാണുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ഒരു വാക്കെങ്കിലും പിടിയിട്ടാതിരുന്ന ഫുൾ ഡൗട്ടായിരിക്കും. അതുകൊണ്ട് മലയാളത്തിൽ കണ്ടാൽ കുറച്ചുകൂടെ നല്ല ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ചിന്തു ചേട്ടൻ ചോദിച്ചു നോക്കാം. ചിന്തു ചേട്ടനെ ഫിലിം ഇഷ്ടപ്പെട്ടോ? ചിന്തു ചേട്ടാ എങ്ങനെയുണ്ട് ഫിലിം? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സൂപ്പർ സിനിമ. എന്തായാലും ഡുംബ്രി ആയിട്ട് കണ്ടതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇനി ഞാൻ ഡുംബ്രിയെ കൊണ്ട് എല്ലാ സിനിമയ്ക്കും പോകും. അതൊരു ഇതായിരുന്നു. ഇപ്പൊ അവൻ അടങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്കും ഇത് അങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. എന്നത് ഇന്ന് നമ്മള് ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം ഇനിയിപ്പോ നമുക്ക് ഇവൻ വലുതാവുമ്പോഴാണ് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കൽക്കി മൂവി കാണാൻ പോയി ഇങ്ങനെയൊക്കെയാണ് സംഭവം ഒക്കെ ഉള്ളത്. അവനും ഭാവിയിൽ ഇതൊക്കെ കാണുമ്പോൾ രസമായിരിക്കും. സിനിമ കാണാൻ കൊണ്ടുപോകണം വിജയരെ. അതെ, മലപ്പുറത്തുള്ള കോട്ടയ്ക്കൽ സംഗീത് തിയേറ്ററിലാണ് നമ്മൾ സിനിമ കാണാൻ വന്നത്. തിയേറ്ററൊക്കെ കിടിലായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞവിടെ ഫസ്റ്റ് ഫിലിം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ചിന്തേട്ടാ ഒരു ബൈ. ബൈ കുഞ്ഞു, ബൈ ബൈ. ബൈ ബൈ. അച്ഛൻ ഡുംബ്രി ആദ്യ സിനിമ